അതുകൊണ്ട് ദീനിനു വേണ്ടി ഉറച്ചു നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് എത്തിച്ചു തന്ന ഈ ദീൻ അത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. വല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ രക്ഷിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ദീൻ പറയുന്നതിന്റെ പേരിൽ ഒരാൾ പേടിക്കണ്ട, അല്ലാഹു അവനെ സംരക്ഷിക്കും. ഒരിക്കലൊരു നസ്രാനിയായ പുരോഹിതൻ അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സംസാരം കുറച്ച് നീണ്ടപ്പോൾ ആ നസ്രാനിയായ പുരോഹിതൻ അയാൾ പറഞ്ഞു, അതെ, എനിക്കറിയാം ഇസ്ലാം തന്നെയാണ് സത്യം, അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞു, ഇതാ കണ്ടില്ലേ ഈ കഴുതകൾ എന്ന് അയാൾ വിശേഷിപ്പിച്ചത് അയാളുടെ അനുയായികളെയാണ്. അവരെനിക്ക് വേണ്ടി ഞാൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരവതാനികൾ വിരിക്കുന്നുണ്ട്. ഞാൻ നടന്നുപോയ വഴിയിലെ മണ്ണ് അവരെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി പുണ്യമായ വസ്തുവായി സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവരെപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. എനിക്ക് ഭക്ഷിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് അവർ കൊണ്ടുവന്ന് നൽകുന്നത്. ഞാനിതങ്ങ് ഒഴിവാക്കിയാൽ ഇതൊന്നും പിന്നെ എന്നോടൊപ്പം ഉണ്ടാവുകയില്ല. അല്ലെ, സത്യം പറയുന്നത് തടസ്സമായി നിൽക്കുന്നത് അറിഞ്ഞിട്ടും അതിനെതിരെ നിൽക്കുന്ന പണ്ഡിതന്മാരിൽ ചിലർ അവരെ അതിൽ നിന്ന് തടയുന്ന കാര്യം എന്താണ്? ഇതാണ്, ഈ ചിന്തയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മനോഹരമായ ഒരു ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വേളയിൽ അവനാണ് നിനക്ക് ഭക്ഷണം നൽകിയത്. അവനെ അനുസരിച്ചു തുടങ്ങിയാൽ അള്ളാഹു നിന്നെ കൈവടിയുമെന്നാണോ നീ വിചാരിക്കുന്നത്? അപ്പൊ അള്ളാഹ് നിന്നെ കൈവടിയെന്നാണോ നീ വിചാരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ബോധ്യം തിരിച്ചു ഹൃദയത്തിൽ വന്നാൽ, തിരിച്ചറിഞ്ഞ ഹക്ക്, ഖുർആനിൽ നാം കാണുന്ന ഈ ഹക്ക്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? എങ്ങനെയാണ് പണ്ഡിതന്മാർ, ദീൻ പഠിച്ച ആളുകൾ, ഖുർആൻ അറിയുന്നവർ, അറബി അറിയുന്നവർ, ഹദീസുകൾ മനസ്സിലാക്കിയവർ ഇത് മിണ്ടാതിരിക്കുക, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക? അവന്റെ പള്ളിയിലെ ഖത്തീബ് സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. 40 വയസ്സുവരെ അവിടുന്ന് നടന്നു പോകുമ്പോൾ അവരവിടുത്തെ ബഹുമാനത്തോടുകൂടി വിളിച്ചതെന്താ? അൽ അമീൻ എന്നാണ്. അതങ്ങ് മാറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ തിരിച്ചു പറഞ്ഞത് എന്താണ്? കദ്ദാബ്. നേരെ വിപരീതമായ വാക്ക്, അങ്ങേയറ്റത്തെ സത്യസന്ധനത്തിന് നേരെ ഘടകവിരുദ്ധമായ വാക്ക്. കദ്ദാബ്, കള്ളനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ വരെ ഏറ്റവും ബുദ്ധിയുള്ളവർ എന്ന് അവർ വിശേഷിപ്പിച്ചവർ, അവരെക്കുറിച്ച് അവർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മജ്നൂൻ, ഭ്രാന്തനാണ്, മാരണം ചെയ്യാൻ പാടില്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു സാഹിർ, മാരണക്കാരനാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഹക്കിന് വേണ്ടി നീ നിലകൊണ്ടാൽ ജനങ്ങൾ നിന്നെക്കുറിച്ച് പലതും പറയും. ഒരിക്കലും നിനക്ക് പോലും അത്ഭുതം തോന്നുന്ന ജാതി കളവുകൾ നിന്നെ പറ്റി പറയും. പക്ഷെ നീ പിന്മാറരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന വടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, അല്ലാഹു സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ. അല്ലാഹു തന്നെ സത്യം, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, ഉണ്ടാതിരിക്കരുത്. വലതൻഹവുന്ന അനിൽ മുൻകർ, തിന്മ നിങ്ങൾ വിരോധിക്കുക തന്നെ ചെയ്യണം. ഔ ലയൂഷികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിനസ് സമാ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്കുമേൽ ശിക്ഷ അയക്കുന്നതാണ്. സുമ്മ ലതദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നീട് നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്നതല്ല. എന്തിനു വേണ്ടിയാണ് നന്മ കൽപ്പിക്കാതിരുന്നത്? ദുനിയാവിലെ സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ. എന്തിനു വേണ്ടിയാണ് തിന്മ വിരോധിക്കാതിരുന്നത്? ദുനിയാവിലെ സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. എന്നാൽ സഹോദര, ദുനിയാവ് പ്രയാസങ്ങളുടേതാണ്. പ്രയാസം വന്ന് റബ്ബിന്റെ അരികിൽ കൈകൾ ഉയർത്തിയാൽ ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഇന്ന് അതില്ലാതെ ആയതുകൊണ്ടല്ലേ മുസ്ലിം ഉമ്മത്തി അവസ്ഥയിലെത്തിപ്പെട്ടത്. എന്തിനധികം വയസ്സുള്ള ആളുകൾ, ദീനിന്റെ അടയാളങ്ങൾ പേറുന്നവർ വരെ നന്മകൾ കുറവ് കാണുന്ന ഇടത്ത് മിണ്ടാതിരിക്കുന്നു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇന്നത്തെ കാലത്ത് കല്യാണ സദസ്സുകൾ പോയാൽ മതി. തോന്നിവാസങ്ങൾ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. കാരണവന്മാർ ഇരിക്കുന്നുണ്ട്, താടി വെച്ച ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ദീന് പറയുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഹറാമുകൾ, വൃത്തികേടുകൾ മുന്നിൽ നടക്കുന്നത്. അതിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള മര്യാദ പോലും പലർക്കും, അതിനുള്ള ധൈര്യം പോലും വന്നെത്തുന്നില്ല. എന്തിനാത്? കുടുംബക്കാർ തെറ്റിപ്പോകുന്നു പേടിച്ചിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ തൃപ്തിപ്പെടുത്തി എത്ര കാലം നീ ജീവിക്കും? അപ്പോൾ സഹോദരങ്ങളെ, ഈ പാഠം നാം പഠിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണ്.